ട്രാവൽ തലോക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇവിടെ നടക്കുന്ന ഈ കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബംഗാരത്തിൽ നിന്ന് പെരളി എന്ന് പറയുന്ന ദ്വീപിലോട്ട് ഫിഷിങ്ങിനായിട്ടൊക്കെ വന്നു, ഒരു ഡേ ട്രിപ്പ് പോലെ. അപ്പം നമ്മൾ വന്ന സമയത്ത് ഈ ഒരു വേലിയിറക്കം കാരണം നമ്മുടെ ബോട്ട് കൊണ്ട് നിർത്തിയ സ്ഥലത്തു നിന്ന് കടലുകളിൽ ഇറങ്ങിപ്പോയി. ഇനി തിരിച്ച വെള്ളം കയറി വന്നാൽ മാത്രമേ നമുക്ക് ബോട്ടും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. മുന്നൂർ സാറിൻ്റെ ആവേശമൊക്കെ പോയി ബോട്ട് പോകത്തോണ്ട് ക്ഷീണിതനായിട്ട് വരുന്നുണ്ട്. ആ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കി അറിയാം ഇത് ആ ഒരു ഭാവം. വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം നിങ്ങളത് നോക്കി, ഇതാണ് ഈ ഒരു സ്ഥലം. കാരണം ഒരു തിരക്കും ഇല്ലാതെ സ്വസ്ഥമായിട്ട് വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ വീണ്ടും പറയുന്നു, ഡേ വിസിറ്റാണ് ഏറ്റവും നല്ലത്. സ്റ്റേ ചെയ്യാൻ എനിക്കൊരു ബെറ്ററായിട്ട് തോന്നിയത് അഗത്തി തന്നെ ആണ്. നമ്മൾ നേരത്തെ വരെ പിടിച്ച സ്ഥലം അവിടെയാണ്. ഇപ്പോഴത്തെ അവിടെ വെള്ളമൊക്കെ വന്ന് പഴയ പോലെയായി. നമ്മുടെ ബോട്ടിൻ്റെ അവിടെ അത്യാവശ്യം വെള്ളമായി. അപ്പോൾ നമ്മൾ ഇനി ഉന്തി നോക്കാം. എൻ്റെ മൊബൈൽ ആനന്ദിൻ്റെ ബാഗിൽ വെച്ചില്ല. ഭയങ്കര നമ്മുടെ ബോട്ട് എന്തായാലും നീങ്ങി. പക്ഷേ നല്ല അടിപൊളി മഴയെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇത് ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെരളി ദ്വീപിൻ്റെ ഈ സൈഡിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആ സമയത്താണ് അടിപൊളി മഴ ഈ പറയുന്ന വള്ളത്തായിരിക്കുമ്പോൾ പെയ്യുന്നത്. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രകൃതിയെ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു ഓവർ ലക്ഷറി പ്രതീക്ഷിച്ചാലും ഇപ്പോഴും വരരുതെന്ന് ഞാൻ പറയുന്നു. കാരണം ഇവിടുത്തെ ലക്ഷറി ഫെസിലിറ്റിയൊക്കെ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് അടിപൊളി ഡീസൻ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്റ്റേ ഉണ്ട്. അതുകൂടാതെ ഇത്രയും ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി നമുക്ക് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലമില്ല. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടലിൽ കൂടെ ഇങ്ങനെ ഒരു മഴയത്ത് ഈ ഒരു ചെറിയൊരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബംഗാരം ഐലൻഡിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അഗാത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും നമ്മൾ നേരത്തെ വള്ളത്തെ ഇരുന്ന് മഴ നനഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഈ മഴയൊക്കെ മാറി അവിടെ നിന്ന് മീൻ പിടിക്കുന്നതും മീൻ കിട്ടുന്നതും ആമകൾ ഒത്തിരിയുള്ള സ്ഥലത്ത് സ്നോർക്കലിങ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മഴ കാരണം ഈ ഒരു മെമ്മറി കാർഡ് എൻ്റെ ഇത് മിസ്സായി. ആ സംഭവം മിസ്സായി എന്ന് വെച്ചാൽ കേടുവന്നപ്പം ആ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസ് ഫുള്ളോടെ മിസ്സായി. നമ്മൾ അകത്തിൽ നിന്ന് ബംഗാരത്തിലോട്ട് വന്ന സമയത്ത് നേരത്തെ വീഡിയോ കണ്ടറിയാം, കടൽ ഭയങ്കര റഫായിരുന്നു. കാരണം നമുക്ക് ബോട്ടിൽ ഇരിക്കാൻ വരെ പേടിയായിരുന്നു. പക്ഷേ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു യാത്രാനുഭവം തന്നെയാണ്. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഹക്കീമൊക്കെ ഇങ്ങനെ ഈ ബോട്ടിൻ്റെ സൈഡിൽ ഇരുന്ന് കടലൊക്കെ നോക്കിയിരുന്നപ്പോൾ നമ്മൾ ഓർത്ത് വല്ല പ്രേമ നൈരാശ്യം കാരണം ചാടിച്ചാകാൻ പോകാമെന്ന്. പക്ഷേ അവിടെ പ്ലാൻ വേറൊന്നുമല്ല. ബോട്ട് നമ്മളടുത്ത ബോട്ട് ജെട്ടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ട് ഇവിടെ അടുക്കാൻ പാടാണ്. ഈ ബോട്ട് ഇവിടെ അടുക്കാൻ പാടായതുകൊണ്ട് കര കിടക്കുന്ന രണ്ട് ചെരുപ്പൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം കുറച്ച് തീരത്തോട് അടുക്കുന്ന സമയത്ത് എടുത്തെറിഞ്ഞിട്ട് നീന്തി തീരത്തോട് കയറാൻ വേണ്ടിയുള്ള ഐഡിയ ആണ്, അല്ല ചാടിച്ചാകാൻ വേണ്ടി ഒന്നും നോക്കുന്നതല്ല. അപ്പം ഇതാ പുള്ളിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി കൊണ്ട് നമ്മൾ ബോട്ട് നിർത്താത്തത് കൊണ്ട് ചെരുപ്പൊക്കെ എടുത്തെറിഞ്ഞിട്ട് പോയി കരയിലോട്ട് പോയി നീന്തി കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അഗാത്തിയിലോട്ട് ബംഗാരത്തിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഗാത്തിയിലെ സ്റ്റേ ഇവിടെ കഴിയുവാണ്. ഞങ്ങൾ നേരെ കവരത്തി പോവാണ്. കവരത്തി പോകാൻ വേണ്ടിയുള്ള ഷിപ്പ് ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷിപ്പ് ടിക്കറ്റ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്കും മുനീറിനും അയക്കുന്ന എമൗണ്ട് 500 രൂപയാണ് അയക്കുന്നത്. കാരണം നമ്മൾ പുറത്തുള്ള ആൾക്കാരാണല്ലോ പെർമിറ്റും കൊണ്ട്. ഇവിടെ നമ്മുടെ കൂടെ വരുന്ന ഹക്കീമയ്ക്ക് അയക്കുന്ന 170 രൂപയാണ്. ഇപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ നിന്ന് പോകാൻ. നമ്മളപ്പം ബോട്ട് കെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് കവരത്തിയിലോട്ട് പോകാനുള്ള ബോട്ട്. എനിക്ക് ഈ പറയുന്ന അഗാത്തിയിൽ നിന്ന് കവരത്തിലോട്ട് പോകാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. വേറൊന്നും കൊണ്ടല്ല, കവരത്തി ചെന്ന് അത്യാവശ്യം കുറച്ച് തിരക്കുള്ള സ്ഥലമാണ്. അഗാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് ഈ പറയുന്ന അഗത്തിയാണ്. ഈ പറയുന്ന ഈ ഒരു പാലത്തെ കൂടെ നമ്മുടെ ഈ ബോട്ട് കെട്ടിയിലോട്ടുള്ള പോക്ക് ഭയങ്കര രസമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം നമ്മൾ ഈ പാലത്തെ കൂടെ ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് വശത്തും കടലായിരിക്കും. നമ്മൾ അതിൻ്റെ നടുക്കൂടെയാണ് ഇങ്ങനെ പോകുന്നത്.
പോകുന്നത്. അപ്പോൾ ആ ഒരു കടൽ തിരമാലയുടെ സൗണ്ടും ഈ പറയുന്ന അവിടുത്തെ ഉള്ളൊരു കാറ്റും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ നിറം കൂടെ നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ ഈ ക്യാമറയ്ക്ക് അത് അത്രയ്ക്ക് കിട്ടത്തില്ല. പക്ഷേ ഈ വെള്ളത്തിൻ്റെ നിറം കൂടെ ആസ്വദിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട പച്ച നിറത്തിലുള്ള വെള്ളമാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല നീല നിറത്തിലുള്ള വെള്ളമാണ്. ഇഷ്ടംപോലെ മീനുകൾ താഴെ കൂടെ പോകുന്നുണ്ട്. നമ്മൾ ആ കാണുന്ന സ്പീഡ് വെസലിലാണ് പോകുന്നത്. അങ്ങോട്ട് ആ വെസൽ ഇവിടെ കരയ്ക്കടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു ബോട്ടേ കയറി വെസലിൻ്റെ അടുത്തോട്ട് പോകും. ഇത് ഇങ്ങോട്ട് ലക്ഷദ്വീപിലോട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന വലിയ എന്താണ് അതിന് പറയുന്നത്, ഒരു വലിയ ബോട്ടാണ് ഇത്. मैसेज कीजिए. എൻ്റെ മുനീറമോനെ കേട്ടിട്ട് മോളെ കേട്ടോ. നമ്മുടെ സ്പീഡ് വെസലിലുള്ള യാത്ര അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഏകദേശം ഒരു 1.5-2 മണിക്കൂർ എടുക്കുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത്ര നേരം എൻ്റർടൈൻമെൻറ്റിനായിട്ട് നമുക്ക് ഈ പറയുന്ന വെസലിൻ്റെ അകത്ത് ഒരു TV ഒക്കെ ഉണ്ട്, അത് കണ്ടിരിക്കാം. പിന്നെ ചെറിയ സ്നാക്സ് കിട്ടുന്നുണ്ട്. ഈ സെയിം സംഭവം തന്നെ നമുക്കിപ്പോൾ ആൻഡമാനിൽ ചെന്നിട്ട് അവിടുത്തെ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇവിടുന്ന് ഹാവലോക്കും നീലും ഒക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സെയിം വെസൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇതാ നമ്മൾ അഗത്തി നിന്ന് നമ്മൾ കവരത്തി എത്തിയിരിക്കുകയാണ്. കവരത്തി വന്നു. നമ്മളവിടെ പതിയെ ഇറങ്ങിയിട്ട് നമ്മൾ കവരത്തി ഐലൻഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കവരത്തിൻ്റെ ബോട്ട് കെട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ കവരത്തിലോട്ട് നടക്കുകയാണ്. ഈ പറയുന്ന എനിക്ക് ഇവിടെ വന്നിറങ്ങിയപ്പോഴും ഈ കവരത്തിയേക്കാളും കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ കിട്ടിയേക്കുന്ന അഗത്തിയിലാണ് നേരത്തെ പറഞ്ഞു. കാരണം കവരത്തി ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. കാരണം ഈ പറയുന്നത് ഇതുവഴി കാറ് പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ബൈക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഈ അകത്തി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള 4 വീലേഴ്സ് തീരെ കുറവാണ്. ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന കവരത്തിലുള്ളതിൻ്റെ ഒരു 105% അവിടെ ഉള്ളതെന്ന് പറയാം. പക്ഷേ ബീച്ചസ് ഒക്കെ ഈ ഒരു ഏരിയ മാറിക്കഴിഞ്ഞ് അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ബീച്ചസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കവരത്തിയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.